PSC ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് LDS എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്ന വീഡിയോയിൽ പ്രധാനമായിട്ടും ടൈം മാനേജ്മെൻറ്റും കൺസിസ്റ്റൻസിയും PSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പം കമ്പനി ബോർഡ് LDS എക്സാമിന് വേണ്ടി ഞാൻ ഇന്ന് ഡേ 3 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരുപാട് ടൈം മാനേജ്മെൻറ്റ് കിട്ടും. പിന്നെ തുടക്കക്കാർക്ക് വേണ്ടി പറയുവാണെങ്കിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ബേസ് ഇല്ലാതെയാണ് PSC പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു ബേസ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 50% മാർക്ക് വരെ ഈ ബേസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ലെവലോട്ട് പോകുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് 50 മാർക്ക് വരെ എങ്ങനെ നേടാമെന്നുള്ളത്. വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സൊന്നും അല്ല, കൃത്യമായ കൺസിസ്റ്റൻസിയാണ് അതിന് മുകളിലോട്ട് മാർക്ക് കിട്ടണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം. പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണെങ്കിൽ ജസ്റ്റ് വായിച്ച് അതിൽ കൂടുതൽ പോയിന്റ് ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് തന്നെ പോവുക. പഠിക്കാത്ത ടോപ്പിക്കാണ്, ഇതുവരെയും നമ്മൾ ഒന്നുപോലും നമുക്ക് അറിയാൻ പറ്റാത്ത ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോട്ട് എഴുതിയാണെങ്കിൽ അങ്ങനെ, റാങ്ക് ഫയൽ യൂസ് ചെയ്താണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണ് ആ ടോപ്പിക്കിൻ്റെ ബേസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കാനുള്ള കാര്യം. ഞാൻ ടൈം മാനേജ്മെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ വരെയൊക്കെ ഞാൻ പഠിക്കും. 5 മണിക്കൂർ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ പഠനം. ഈ പഠിക്കുന്ന 5 മണിക്കൂറായാലും 2 മണിക്കൂറായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഫോക്കസ് ലെവൽ 100% നമ്മൾ 100% കൊടുത്ത് തന്നെ ഓരോ ടോപ്പിക്കും പഠിക്കാൻ ശ്രദ്ധിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് നമുക്ക് മടുപ്പ് വരുമ്പോൾ മാറ്റി വെച്ചിട്ട് ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും PYQ ചെയ്ത് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സബ്ജക്റ്റ് ആണോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം റിലാക്സേഷന് വേണ്ടി യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്കൂർ ഒരിക്കലും ഇരുന്ന് പഠിക്കരുത്. അങ്ങനെ പഠിച്ചാൽ തുടക്കക്കാർക്കും അല്ലാത്തവർക്കൊക്കെ ഭയങ്കര ബോറടിക്കും, പഠിക്കുന്നത് മറന്നുപോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാതെ 1 മണിക്കൂർ ഇടവിട്ട് ഒരു ടൈം വെച്ചിട്ട് നമ്മൾ ഓരോ മണിക്കൂറിലും ഒരു 10 മിനിറ്റ് റെസ്റ്റ് വീതം എടുത്തിട്ട് പഠിക്കുക. ടൈം ഉള്ളവരാണെങ്കിൽ. ഇല്ലാതെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. രാത്രി സമയങ്ങളിൽ കൂടുതൽ പഠിക്കാൻ ഫോക്കസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ജോലിക്ക് പോകുന്നവരൊക്കെ കാണും, അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും രാത്രി സമയങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയാകുമ്പോൾ കുറച്ച് നിശബ്ദതയും സൈലൻസും പിന്നെ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ നന്നായിരിക്കും. ഞാൻ രാത്രി സമയവും പഠിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് കുറച്ച് രാത്രി പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ സെറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഡെയിലി PYQ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. PYQ ഇസ് മസ്റ്റ്. അത് ചെയ്യാതെ നിങ്ങൾ പോയെന്ന് വെച്ചാൽ നമുക്ക് എക്സാം ഹാളിലെ ടൈം കൺസിസ്റ്റൻസിയും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക എന്നുള്ളത് PSCയെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ഒരു തെറ്റ് ഓപ്ഷൻ ചെയ്താൽ നമ്മൾ ഒരു 100 പേരുടെ അല്ലെങ്കിൽ 200 പേരുടെ ബാക്കിലോട്ടായിരിക്കും പിന്തള്ളപ്പെടുന്നത്. അപ്പം ഓരോ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യനും അത് വിട്ടാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. ആ മാർക്ക് നമുക്ക് 1000 പേരുടെ മുന്നിൽ വരാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ മാർക്കിനും അല്ലെങ്കിൽ ഓരോ നെഗറ്റീവ് മാർക്കിനും വരെ നമ്മൾ വില കൊടുക്കേണ്ടി വരുന്ന സ്ഥലമാണ് PSC എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഓരോ ടോപ്പിക്കും അതിൻ്റെ ഓരോ കൃത്യതയോടും കൂടി പഠിക്കുക. കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം കറണ്ട് അഫേഴ്സ് 2025 ജാനുവരി മുതൽ ഈ എക്സാം തുടങ്ങുന്ന ഒരു മാർച്ച് വരെ ഉള്ളതെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ ജനുവരി മുതൽ തുടങ്ങി വരിക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാരീസ് ഒളിമ്പിക്സ്, അതുപോലെ തന്നെ നൊബേൽ പ്രൈസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് വെക്കുക. അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏത് കറണ്ട് അഫേഴ്സിൽ നിന്ന് ഓരോ ടോപ്പിക്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സുകളെ കുറിച്ച് പറയാം. അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്ത് പഠിച്ചാലും നമ്മൾ പഠിക്കുന്നത് ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കും ജോലിക്ക് പോകുന്നവർക്ക് പഠിക്കാൻ കിട്ടുന്നത്. ആ 2 മണിക്കൂർ നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല റാങ്കിലോട്ട് എത്താൻ പറ്റും. പഠിക്കുന്ന ഓരോ മിനിറ്റും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ജോലി ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിലും അടുക്കളയിലാണെങ്കിൽ അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് മെമ്മറിയിൽ നമ്മളൊന്നും കൂടി മനസ്സിലിട്ട് പറഞ്ഞു നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തുണി എഴുതുന്ന സമയത്ത് പോലും അങ്ങനെ നമ്മുടെ ചിന്തകൾ ഫുള്ള് ഇതിൻ്റെ ബാക്കിൽ നിന്ന് വിട്ടാലും നമ്മൾ പഠിച്ച സാധനം നമ്മുടെ മെമ്മറിയിൽ കുറച്ചും കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ നാളെ കാണാം.